ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഓണപ്പരീക്ഷ ഇങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യങ്ങൾ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ ബേസിക് സയൻസ് എന്ന് പറയുന്നത് ഇത്തവണ പുതിയ സിലബസ് കൂടിയാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ന്യൂട്രിയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു കുട്ടി എന്തോ ആലോചിക്കുവാണ്. എന്താണ് ആലോചിക്കുന്നത്? കൊഴുപ്പടങ്ങിയ ഭക്ഷണം ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഞാൻ ഭക്ഷണത്തിൽ നിന്നും കൊഴുപ്പ് പൂർണ്ണമായി ഒഴിവാക്കും. ഫാറ്റി ഫുഡ് ഐറ്റംസ് ആർ ഹാർംഫുൾ ടു ഹെൽത്ത്, സോ ഫ്രം ടുഡേ ഐ വിൽ അവോയ്ഡ് ഫാറ്റി ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ്ലി. ഇനി ചോദ്യം എന്താണ്? ഡു യു എഗ്രി വിത്ത് ദിസ് ഡിസിഷൻ? ജസ്റ്റിഫൈ. ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ന്യായീകരിക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യോജിക്കാൻ പറ്റുമോ? യോജിക്കാൻ പറ്റില്ല. കാരണം ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ അതിനൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, അങ്ങനെ ധാരാളം വിറ്റാമിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. അതിൽ വൈറ്റമിൻ ബിയും സിയും ഒഴികെ ബാക്കി എല്ലാ വൈറ്റമിൻസും എവിടെ ലയിക്കുന്നതാണ്? ഫാറ്റിൽ ലയിക്കുന്നതാണ്. അപ്പം ഈ പറയുന്ന വൈറ്റമിൻസ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അവയൊക്കെ എന്താണ്? ഫാറ്റിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം വേണം. ആവശ്യത്തിന് വേണം. ഇനി ആവശ്യത്തിലധികം വരുമ്പോഴാണ് അത് പിന്നീട് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആവുന്നതും കൊളസ്ട്രോളൊക്കെ ആയിട്ട് മാറി വരുന്നതും. അപ്പം നമ്മുടെ ശരീരത്തിന് ഫാറ്റ് ഇല്ലാതെ ഒരിക്കലും പറ്റില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനോട് യോജിക്കാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇൻക്ലൂഡിങ് എ ലോട്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ട്യൂബേഴ്സ് ഇൻ ദി ഡയറ്റ് ഓഫ് ദി അത്ലറ്റ്? ഒരു കായിക താരത്തിന്റെ ആഹാരക്രമത്തിൽ ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ധാരാളമായി ഉപയോഗിക്കുന്നതിന് കാരണം എന്തായിരിക്കും? കാരണം എന്താണ്? ഈ പറയുന്ന ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അന്നജമുണ്ട്. അന്നജം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എനർജി അല്ലെങ്കിൽ ഊർജ്ജം പ്രൊവൈഡ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? ഈ പറയുന്ന കായിക താരങ്ങൾ അവരൊക്കെ എന്താണ്? മാക്സിമം നല്ല രീതിയിൽ എനർജി യൂസ് ചെയ്യുന്നതാണ്. അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണം. അപ്പോൾ അതിന് വേണ്ട എനർജിയൊക്കെ കിട്ടണമെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളിലും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ധാന്യങ്ങളിലും ഒക്കെ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഇവയൊക്കെ അവരുടെ ആഹാരക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം: റൈറ്റ് ദ നെയിം ഓഫ് എ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ്. മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാവുന്ന ഒരു രോഗത്തിന്റെ പേര് എഴുതുക. അതിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി അതിന്റെ ആൻസർ ഞാൻ എന്താണെങ്കിലും ഇപ്പൊ ഒന്ന് പറഞ്ഞു തരാം. വേറെ ഒന്നുമല്ല, ക്വാഷിയോർക്കർ. അപ്പൊ ക്വാഷിയോർക്കർ എന്ന് പറയുന്ന രോഗത്തിന്റെ തീവ്രത വളരെ ആഴത്തിലുള്ളതാണ്. കാരണം ഈ ഒരു കുട്ടീനെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതായത് ക്വാഷിയോർക്കർ ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയറ് വീർത്തുമിരിക്കും കേട്ടോ. അവരുടെ ബോഡി എന്ന് പറയുന്നത് വീക്കായിരിക്കും. അതുപോലെ തന്നെ അവരുടെ വയറെന്ന് പറഞ്ഞാൽ കുറച്ച് വീർത്തിരിക്കും. അത് എന്തിൻ്റെ അഭാവം മൂലമാണ്? മാംസ്യത്തിൻ്റെ അഭാവം മൂലം അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അഭാവം മൂലമാണ് എന്നും കൂടി മക്കൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനി അങ്ങോട്ടുള്ള ഓണപരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് മാക്സിമം ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നു അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം വജ്ര ബാച്ച് ഉണ്ട്. പുതിയ ഒരു ബാച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു ബാച്ചിലെ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ഓണപരീക്ഷ കഴിയുന്നതോടുകൂടി നമ്മൾ അങ്ങ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ ഒരു ബാച്ചിൽ ഇപ്പോൾ 10% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾ നിലവിൽ നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് യാതൊരുവിധ കുഴപ്പവും പറ്റില്ല. അവർക്ക് ഓൾറെഡി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോളും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ഇനി അതുപോലെ തന്നെ നമ്മുടെ 6ാം ക്ലാസ്സിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന QR കോഡിലൊന്ന് സ്കാൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ യൂട്യൂബ് ചാനലും ഫുൾ ആക്റ്റീവ് ആയിരിക്കും. യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എല്ലാവിധ വീഡിയോസും കിട്ടും. എല്ലാവരും നല്ല രീതിയിൽ കാണുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.